വയനാട് ഇളകി മറഞ്ഞു. ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് വയനാട്ടെ ഇന്നത്തെ രാഗാതരംഗത്തിന്റെ കാഴ്ചകൾ. രാഹുലിനോടൊപ്പം പ്രിയങ്കയും കടന്നു വന്നതോടുകൂടി നഗരവീഥികളിൽ ആളുകൾ തിങ്ങിമറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനെ സ്വീകരിക്കാൻ വലിയ ആവേശത്തോടെ തന്നെ മുന്നോട്ട് വരികയും ചെയ്തു. ഒടുവിൽ 10,000-കണക്കിനിടയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ കടന്നുപോയി. അതിനിടയിൽ തിക്കിലും തിരക്കിലും പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ അവിടെ നിന്നും കുഴഞ്ഞു വീണു. തന്റെ സുരക്ഷാ വലയങ്ങളെയൊക്കെ ഭേദിച്ചുകൊണ്ട് രാഹുലും പ്രിയങ്കയും ആ മാധ്യമ പ്രവർത്തകന്റെ അടുക്കലേക്ക് കടന്നു വന്ന് മാധ്യമ പ്രവർത്തകനെ പിടിച്ചുകൊണ്ട് അയാളെ പൊക്കിയെടുത്തുകൊണ്ട് ആംബുലൻസിലേക്ക് കൊണ്ടുപോകുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും. അത് മാത്രമല്ല, മറ്റൊരു കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ആ മാധ്യമ പ്രവർത്തകന്റെ ഷൂ പ്രിയങ്കയുടെ കയ്യിലായിരുന്നു എന്നുള്ളത് തന്നെയാണ് സോഷ്യൽ മീഡിയ എടുത്തു പറയുന്നുള്ളത്. ഇതാണ് ജനകീയത, ഇതാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ച നേതാക്കന്മാരെന്ന് അവിടെയുള്ള ജനങ്ങൾ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. മാധ്യമ പ്രവർത്തകനെ ആംബുലൻസിൽ കയറ്റിയത് രാഹുൽ ഗാന്ധിയാണ്. ആ മാധ്യമ പ്രവർത്തകനെ ആംബുലൻസിലേക്ക് പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നവരിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയുമുണ്ട്. കൂടെ പ്രിയങ്ക ആ മാധ്യമ പ്രവർത്തകന്റെ പാദരക്ഷയാണ് കയ്യിൽ പിടിച്ചിട്ടുള്ളത്. ഒരു കൂസലുമില്ലാതെ, അല്ലെങ്കിൽ ഒരു വലിയ നേതാവാണെന്ന ഒരു ധാരണയൊന്നുമില്ലാതെ പാവങ്ങൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ കോൺഗ്രസിന്റെ പുതിയ കാൽവെപ്പ് എന്ന് വേണമെങ്കിൽ ഈ കാഴ്ചയെ വിശേഷിപ്പിക്കാം. സോഷ്യൽ മീഡിയ വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ദൃശ്യം ഷെയർ ചെയ്യുന്നുള്ളത്. മാധ്യമ പ്രവർത്തകരെ കണ്ണെടുത്താൽ കാണാൻ പറ്റാത്ത നേതാക്കന്മാർക്ക് മാതൃകയാവുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. മാധ്യമ പ്രവർത്തകരോ സാധാരണ ജനങ്ങളോ നമ്മളെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ വലിയ രീതിയിൽ കടക്കപ്പുറത്ത് എന്ന് പറയുന്നവർക്ക് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഇതിലൂടെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നൽകുന്നുള്ളത്. വലിയ തിരക്കാണ്. ആ തിരക്കിനിടയിൽ ഒരാൾ കുഴിഞ്ഞു വീണു പോയാൽ പോലും അത് ഞങ്ങളുടെ ഒരു പ്രശ്നമായി ഏറ്റെടുത്തുകൊണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മുഖം സോഷ്യൽ മീഡിയ കൈയൊടിയോടുകൂടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ദൃശ്യം കാണാം.